guys, welcome back to my channel. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ കറിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിൽ സവാളയൊന്നുമില്ല. നമ്മൾ ഗ്രേവിയിൽ ഏറ്റവും കൂടുതൽ ഇട്ടിരിക്കുന്നത് തക്കാളിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ ചെയ്യാൻ പറ്റും. പിന്നെന്താ, ഇത് ഡയബറ്റീസുകാർക്കും വെയിറ്റ് ലോസ് നോക്കുന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇത് കറി എന്താണെന്ന് വെച്ചാൽ ഇത് ബ്ലാക്ക് ഐ ബീൻ കറിയാണ്. ഓക്കെ, ഇതാണ് ബ്ലാക്ക് ഐ ബീൻ എന്ന് പറയുന്നത്. കണ്ടോ, ബീനിൻ്റെ ഈ ഒരു പയറിൻ്റെ നടുക്ക് ഒരു കറുത്ത കളറിലൊരു കണ്ടോ, ഇതിനെയാണ് ബ്ലാക്ക് ഐ ബീൻ എന്ന് പറയുന്നത്. ലോബിയ എന്ന് പറയും. സോ ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ കറി ചെയ്തിരിക്കുന്നത്. ഇതേ പയർ വെച്ചിട്ട് തന്നെ ഞാൻ വേറൊരു കറിയും കൂടെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മേലെയോ താഴെയായിട്ടോ കൊടുക്കാം. ഓക്കെ, അപ്പം അതും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതെല്ലാവർക്കും കഴിക്കാം കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഈ ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് ഞാൻ ഇന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്ന എണ്ണ കടുകെണ്ണയാണ്. അപ്പം ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ വരുന്ന മാതിരി കടുകെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് മതി. ഞാനിപ്പോൾ ഒരാൾക്കുള്ള അളവിനാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 നുള്ള ജീരകം ഇട്ട് കൊടുക്കുകയാണ്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാൻ ഇതേപോലെ തന്നെ 2 നുള്ള കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, വളരെ ചെറുതാക്കി അരിഞ്ഞത്. ഇതൊന്ന് നമുക്ക് പച്ചമണം ഒന്ന് പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് വളരെ കുഞ്ഞായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് അരിഞ്ഞ് കൊടുക്കുകയാണ്. നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് വരണം. സോഫ്റ്റായിട്ട് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ആവും. നല്ല സോഫ്റ്റായിട്ട് വന്ന ശേഷം നമുക്ക് ബാക്കി പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളി നോക്കുള്ളൂ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പൾപ്പി ആയിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു നുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേമാതിരി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ചിട്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. എണ്ണ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മസാലയൊക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ പോയിട്ട് കറക്റ്റായിട്ട് വരും. സോ വീണ്ടും ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് കാണാം. അപ്പം ഇതാ ചെറുതായിട്ടൊന്ന് എണ്ണ റിലീസ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ശരിക്കും നല്ല പൾപ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മിക്സ്ചർ. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ ലോബിയ, അതായത് ബ്ലാക്ക് ഐ ബീൻ എന്ന് പറയുന്ന സാധനം ഓൾറെഡി ഞാനൊരു 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് കുതിർക്കാൻ ഉപയോഗിച്ച വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 7-8 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ടൊമാറ്റോ ഗ്രേവിയാണ് ഉള്ളത്. നമ്മൾ ഉള്ളിയൊന്നും ഇടാത്തൊരു കറിയാണ്. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം മല്ലിയില അരിഞ്ഞത്, ഫ്രഷായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി ഞാനൊന്ന് കറി ഒന്ന് സെർവ് ചെയ്ത ശേഷം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത് താഴെ കമൻറ്റ് സെക്ഷനിൽ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.